വെൽക്കം ബാക്ക് ടു ബ്ലിസ് ആർട്ട് വർക്ക്സ്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതുവരെ ഷോർട്സ് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇന്ന് ഫസ്റ്റ് ആയിട്ടാട്ടോ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു വിൻറ്റേജ് ജേണൽ ഡയറി ഉണ്ടാക്കുന്നത്, അതും ലെതർ യൂസ് ചെയ്യാതെ ഒരു വേറൊരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം എന്താണ് ആ മെത്തേഡ് എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ A4 ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര A4 വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ 12 A4s ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഹാഫാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു A4 ഹാഫാക്കിയിട്ട് മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഹാഫാക്കിയിട്ട് മിനി സൈസായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു ബുക്ക്. അപ്പോൾ ഞാനിവിടെ A5 സൈസിലുള്ള ഒരു വിൻറ്റേജ് ഡയറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ എഡ്ജസും ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ ഇതിൽ കുറച്ച് ടാസ്കി ആയിട്ടുള്ള ഒരു പരിപാടി. ഇത് എഡ്ജസൊക്കെ ഒന്ന് റഫായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ പേപ്പേഴ്സിൻ്റെയും എഡ്ജസൊക്കെ ഒന്ന് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം. നമുക്കിതൊന്ന് അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് വിൻറ്റേജ് ബുക്കാണല്ലോ, അപ്പോൾ ഒരു ബ്രൗണിഷ് കളർ വേണമല്ലോ. അപ്പോൾ അതിന് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടീ ഡൈ ചെയ്യാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ചായ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് തോനെ ചായപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അരിപ്പൻ്റെ ഹോൾസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് പൊടികളൊക്കെ വീണിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ചെറിയ അരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എൻ്റെ മാതിരി തന്നെ കുറേ പൊടികളൊക്കെ വന്ന് വെച്ച് സീനിൽ നമുക്ക് ലാസ്റ്റ് ഇതിനും പരിഹാരമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ A4s ഇതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് സൈസിലാണ് പേപ്പർ എടുക്കുന്ന അതിന് കൊള്ളുന്ന രീതിയിൽ ഇതൊന്ന് ഈ ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കവർ പേജ് ആക്കിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു റെക്കോർഡിൻ്റെ ചട്ടയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ റെക്കോർഡിൻ്റെ ചട്ട വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നോർമലി ബുക്കിൻ്റെ ഒക്കെ ചട്ടായിട്ട് അങ്ങനെ എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ 2 കാർഡ്ബോർഡ് നിങ്ങൾ ഏത് സൈസ്, അത് A5 ആണെങ്കിൽ A5 സൈസിൽ 2 കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെ ഒരു ബുക്ക് പോലെ, അതായത് ഒരു ബുക്കിൻ്റെ ചട്ട പോലെ അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ A5ൽ മാർക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ കുറച്ച് പൊടികൾ വീണാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞുതരാന്ന്. അത് നിങ്ങൾ ഡ്രൈ ആക്കാണ്ടി വെക്കുമ്പം അതിൽ നിന്ന് പേപ്പറിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് വാട്ടർ കൂടിയിട്ടാണല്ലോ വരില്ല. അപ്പം കുറച്ച് പൊടികൾ അങ്ങനെ പോകും. പിന്നെ ഡ്രൈ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ ആ പൊടികളൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ലെതർ അല്ല യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ബുക്ക് കവർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ നോർമലി ഡ്രസ്സൊക്കെ വാങ്ങുമ്പം അവിടെ ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ ഒരു ബ്രൗൺ പേപ്പർ. ഇപ്പോൾ പേപ്പറല്ല, ഒരു ബ്രൗൺ കവർ ഡ്രസ്സ് ഒന്ന് പാക്ക് ചെയ്തിട്ട് തരുന്നത്. അപ്പം അതാട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊരു അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബ്രൗൺ പേപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഈ പേപ്പർ എവിടെയും ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ആ ഒരു ഫുൾ സൈസിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു തിക്നെസ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവില്ല വെച്ചിട്ട് നൈസ് പേപ്പറല്ലേ. അപ്പം ഇനി നമുക്കിതിൽ ഫുള്ളി ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പേപ്പറിലേക്ക് ഈ ഒരു ചട്ട നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. എല്ലാ സൈഡിലും എഡ്ജസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യുക. സെൻറ്ററിലില്ലെങ്കിലും എഡ്ജസ്റ്റിലും മസ്റ്റായിട്ട് ഫെവിക്കോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഈ ഒരു ചട്ട സ്റ്റിക്ക് ചെയ്തതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ടൊന്ന് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ നാല് എഡ്ജസ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് സ്റ്റിക്ക് ചെയ്തിട്ട് മിനിമം 1 ഹവറെങ്കിലും ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ലത്. 1 ഹവറെങ്കിലും മിനിമം വെക്കണം. പിന്നെ ഞാൻ അതിൻ്റെ ഒരു പേപ്പറിൻ്റെ എഡ്ജസ് ഒന്നും കറക്റ്റ് അങ്ങനെ ഇതാക്കിയിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിക്കില്ല, അതായത് ബുക്ക് ബൈൻഡ് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് പേജ് തന്നെ ഈ ഒരു ചട്ടമ്മലേക്ക് അറ്റാച്ച് ചെയ്യുമല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ ഒന്നും കാണൂലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ അത് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചട്ട റെഡിയാക്കി എടുക്കുന്ന ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഒരു ടീ ഡൈയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള A4 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് 15 to 20 മിനിറ്റ്സ് വെള്ളത്തിൽ ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പേപ്പർ അത്യാവശ്യം നല്ല വേഗം ടിയർ ആവാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു ആവശ്യത്തിലെടുത്തപ്പം ചെറുതായിട്ടൊന്ന് ടിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആക്കാം കേട്ടോ. അപ്പം ഞാനൊരു നൈറ്റ് ഫുള്ള് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അങ്ങനെ കേട്ടോ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇനി പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. കാരണം നിങ്ങൾ ലെതറിൻ്റെ ഒരു കളർ കണ്ടിട്ടുണ്ടല്ലോ, വേറൊരു ബ്രൗൺ അല്ലേ. അപ്പം ഞാൻ ആ ഒരു ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ബ്രൗണും പിന്നെ കൂടെ ഒരു ബ്ലാക്കും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ മിക്സ് ആക്കിയപ്പോൾ എനിക്കൊരു ചാണകപ്പച്ച കളറായിരുന്നു കിട്ടിയത്. അതൊട്ടും ഒരു സുഖമില്ലാത്തൊരു കളറായിരുന്നു. അപ്പം ഞാനതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ബ്രൗൺ ഇടതൊക്കെ, പക്ഷേ ഒരു രക്ഷയില്ല. അവസാനം വിചാരിച്ചു എന്തായാലും ഇത്രയും പെയിൻറ്റ് എടുത്താണ് അതിന് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ
അത് ആ ഒരു കവർ പേജൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ ഒരു കളർ ഒരു ഭംഗിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രൗൺ അവിടെയും ഇവിടെയും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും പെയിന്റ് അടിച്ചല്ലോ, അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അടിച്ചിട്ട് ഈ ഒരു ഭാഗം ബാക്ക് സൈഡാക്കി യൂസ് ആക്കിയിട്ട് മറ്റേ സൈഡിൽ നമുക്ക് ഓൺലി ബ്രൗൺ മാത്രം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ഈ ഒരു ഭാഗം ഞാൻ ഫുള്ളായിട്ടൊന്ന് പെയിന്റ് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബുക്ക് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും അടിച്ചിട്ടുണ്ടോ, ഉള്ളിൽ കുറച്ച് അഡ്ജസ്റ്റിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പേപ്പർ ഓൾറെഡി ഫസ്റ്റ് പേജ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ അത്രയും കാണുന്ന ഒരു സ്പേസ് മാത്രം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബുക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പേപ്പേഴ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ടീ ഷെയ്ഡ് ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു വിൻറ്റേജ് ലുക്ക് വന്നിട്ടുണ്ട്. എഡ്ജസ് ഒക്കെ നല്ല ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ഇവിടെ 12 വേഫേഴ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 3 സെറ്റാക്കിയിട്ട് ഒരു 4 എണ്ണത്തിൻ്റെ കോമ്പോയിനുള്ളിൽ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ചാക്കുനൂലായിരുന്നു. അപ്പം നിങ്ങളെ കയ്യിൽ എംബ്രോയിഡറി യൂസ് ചെയ്യുന്ന ബ്രൗൺ നൂലുണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ എംബ്രോയിഡറിൻ്റെ സൂചി ഇല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു നമ്മൾ ചെരുപ്പ് തന്നെയാണ് സൂചി ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടായിരുന്നു. ഈ ഒരു ചെരുപ്പിന് താഴെ ടൈമിൽ ഒരു ഹുക്ക് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നൂല് പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ വലിച്ചെടുത്തിട്ട് 2 നൂല് കൂടിയും ബാക്ക് സൈഡിൽ അങ്ങനെ കെട്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ട് ആ ഒരു മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട്, ഉള്ളിലല്ല കെട്ട് വേണ്ടത്, ബാക്കിലാട്ടോ ഒരു കെട്ട് വേണ്ടത്, നന്ന ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പം അങ്ങനെ എല്ലാ ബുക്കും ഒന്ന് ഫുള്ള് കെട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ ബൈൻഡ് ചെയ്ത് വരും, അതായത് കെട്ടി കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്കായിട്ട് നമുക്ക് പേജസൊക്കെ ഒന്ന് മറിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ അല്ലാതെ അങ്ങനെ കെട്ടി കൊടുത്തിട്ട് എല്ലാത്തിൻ്റെയും ത്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇന്ന് ആവേശത്തിലെടുത്തപ്പോൾ ഒരു പേജ് കീറിപ്പോയിന്ന്. അപ്പോൾ ഇതാ നമ്മൾ പേജ് ഇങ്ങനെ മറിക്കുമ്പോൾ ഈ ഒരു ഭാഗമാട്ടോ നമ്മൾ 3 കൂട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. അത് സീനിൽ നമ്മൾ പേപ്പറിലേക്ക് അറ്റാച്ച് ചെയ്ത് ഈ ചട്ടയിലേക്ക് ഫുൾ അറ്റാച്ച് ചെയ്ത് ഡ്രൈ ആയി വരുമ്പോൾ അതൊക്കെ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഫസ്റ്റ് പേജും ഫുൾ ഇതിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫെവിക്കോൾ അല്ലാതെ ഇപ്പം ഒരു ക്ലിയർ ടാപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. കാരണം ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഡ്രൈ ആയി വന്നപ്പം ഒരു ഫെവിക്കോൾ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല വിസിബിളായിട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ സൈഡിൽ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ 3 ബുക്ക്, നിങ്ങളിപ്പോൾ നോർമലി നമ്മൾ വാങ്ങുന്ന ഡയറൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ സൈഡിൽ നന്നായിട്ട് ഫെവിക്കോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണല്ലോ അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ചട്ടയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് മിനിമം നിങ്ങളൊരു 2 to 3 ഹവേഴ്സിൽ ഡ്രൈ ആവാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 1 ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നമ്മുടെ ബുക്ക് ഫുള്ളായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു പ്ലേസൊക്കെ കറക്റ്റ് വിസിബിളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്കൊക്കെ നല്ല ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ ആയിട്ട് നമ്മളെ 2 ബുക്ക്, അതായത് 2 കോമ്പും കൂടി ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ അതിൽ ചെറിയൊരു അലങ്കോല പണി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു മെറ്റാലിക്, അതായത് ഗോൾഡൻ കളറിലുള്ള ഫാബ്രിക്കിൻ്റെ ഒരു മെറ്റാലിക് ഉണ്ടായിരുന്നു കേട്ടോ, പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. എങ്ങനെ കാണാൻ ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ആക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു ആൻറ്റിക്യൂ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്രണ്ടിലും ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക വെച്ചിട്ട് ഞാൻ ഒരു ബുക്ക് ഫുൾ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഡയറിന്നോ ജേണലിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ബുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ മെറ്റാലിക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 കളറും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ വിൻറ്റേജ് ഡയറിയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ലെതർ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ബുക്ക് ഒന്ന് ലോക്കാക്കി ഇടുന്നത്. അപ്പം അതുപോലത്തെ ചെറിയൊരു സെറ്റപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഓപ്ഷനലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഴയതായിട്ടുള്ള ചാവി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പെയിൻ്റ് എടുത്തിട്ട് അത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തപ്പോൾ ഒരു വാച്ച് കിട്ടിയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വാച്ച് ഒഴിവാക്കി ഫെദർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ നിന്ന് ഹായ് എഴുതി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഭംഗി ഇട്ടിട്ട് ഈ ഒരു ബുക്കിൻ്റെ കളറ്, ഈ ഒരു വിൻറ്റേജ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ഡയറി. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും
എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പം ഇതാട്ടോ നമ്മുടെ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.